എല്ലാവർക്കും നമസ്കാരം. സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ ഈ ഒരു ചാനലിൽ സാധാരണ സംസാരിക്കുന്ന ഒരു വിഷയമല്ല. എന്നാൽ ഈ ചാനലിൽ വരുന്ന എല്ലാ ടോപ്പിക്സും ഇതിന് ആധാരമാണ്. ഈ ഒരു വിഷയത്തിന് അധിഷ്ഠിതമായിട്ടാണ് മിക്ക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതാണ് ഒറ്റപ്പെടൽ, ലോൺലിനെസ്. എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും അവരുടെ പ്രശ്നത്തിന്റെ മൂല കാരണം ഒറ്റപ്പെടലാണ്. എന്താണ് ഒറ്റപ്പെടൽ? എങ്ങനെയാണ് നമുക്കതിനെ വ്യക്തമായി മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഇത് നിങ്ങൾ പൂർണ്ണമായി കാണുക. നിങ്ങൾ വിചാരിക്കും മറ്റു പല പ്രശ്നങ്ങളാണ് എനിക്കുള്ളത്. ആക്ച്വലി മിക്ക മനുഷ്യരുടെയും പ്രശ്നം എന്താണ്? ഒറ്റപ്പെടൽ. ഇന്ന് ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു ഡിസീസ് എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ലോൺലിനെസ് ആണ്. കാരണം മിക്ക ആൾക്കാരും, എൻ്റെ അടുത്ത് വരുന്നവരാണെങ്കിലും ചുറ്റുപാട് കാണുന്നത്, എല്ലാവരും ലോൺലിയാണ്. എല്ലാവരും ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ആർക്കും ഒന്നിനോടും ഒരു സമയമില്ല. ആർക്കും ആരോടും സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. ഒറ്റപ്പെടൽ. ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ. ഇതൊരു മെഡിക്കൽ അഡ്വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സ്വയം തോന്നുകയാണെങ്കിൽ ചെയ്യാം. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും, അതായത് ഒരുപാട് പേരെ ഇങ്ങനെ ഈ ഒരു മാറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തത് വഴി മാത്രമല്ല, ചുറ്റുപാടുമുള്ള ഒരു ഒബ്സർവേഷൻ വഴിയൊക്കെ കണ്ടെത്തിയ നിഗമനങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ മലയാളി, ഇപ്പോൾ ചില ആൾക്കാർ, ഇപ്പോൾ ഒരു ഭക്തിമയമായിട്ടുള്ളൊരു വീടാണെങ്കിൽ ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഇപ്പോൾ ഒരു അമ്മയെടുത്ത് മകൻ പറയാണ്, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് ഭയങ്കര ലോൺലി ഫീലിംഗ് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയുന്നത്? മോനെ, നീ പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിച്ചെല്ലാം ശരിയാവും. അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ പറയും, ഇല്ലേ? ഒന്നുമില്ല മോനൊന്നുമില്ല, അത് തോന്നലാണ്, 2 ദിവസം കഴിയുമ്പോൾ റെഡിയാവും. അല്ലെങ്കിൽ മോന് കല്യാണം കഴിക്കാൻ സമയം, അല്ലെങ്കിൽ മോക്ക് കല്യാണം കഴിക്കാൻ സമയം, അത് കഴിയുമ്പോൾ ഇതെല്ലാം മാറിപ്പോകും. ഇതല്ലേ പറയുന്നത്? സ്ഥിരമായിട്ടുള്ള ഒരു ഡയലോഗല്ലേ? ഇതാണോ അതിന്റെ ശാശ്വതമായിട്ടുള്ള പരിഹാരം? അല്ല. ഒറ്റപ്പെടല് ഒരു കൂട്ടില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടോ ഒന്നും വരുന്ന ഒരു സാധനമല്ല ഒറ്റപ്പെടൽ. ഒരു കുടുംബത്തിൽ 15 പേരുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തി ഒറ്റപ്പെടൽ അനുഭവിക്കാം. ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ, ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും ഒറ്റപ്പെടൽ അനുഭവിക്കാം. ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഒരിക്കലും നമ്മുടെ അടുത്ത് അങ്ങനെ വന്ന് പറയുകയാണെങ്കിലും നമ്മൾ ഒരിക്കലും അത് തള്ളിക്കളയാനായിട്ട് പാടില്ല. നമ്മൾ അവരോട് കാണിക്കേണ്ടത് കമ്പാഷനാണ്, ദയയാണ്, സ്നേഹമാണ്. ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതിനെ കൂടുതലും ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ ചില ഫ്രണ്ട്സിനോട് ഒരാൾ ഷെയർ ചെയ്യാണ്. അപ്പോൾ അവർ പറയും, നിനക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ഒറ്റപ്പെടൽ തോന്നുന്നത്. നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ, നീ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കല്ലേ, അല്ലെങ്കിൽ നീ എന്തെങ്കിലും തയ്യൽ പഠിക്കാൻ പോകും, അല്ലെങ്കിൽ ഇത്, അപ്പോൾ ഒറ്റപ്പെടൽ. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ തള്ളിക്കളയാണ്, ജഡ്ജ് ചെയ്യാണ്. ഇത് ഒരിക്കലും നല്ലൊരു സൊല്യൂഷൻ അല്ല. എങ്ങനെ നമുക്ക്, ഇപ്പൊ മിക്കവരും ഒറ്റപ്പെടലാണ്. ഭാര്യയും ഭർത്താവും ഉണ്ട്, പക്ഷെ രണ്ടുപേരും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. കാരണം എന്താണ്? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല, പ്രശ്നങ്ങളാണ്. ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലേ? മാത്രമല്ല എല്ലാത്തിലും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഒറ്റപ്പെടലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം. ഈ ഒറ്റപ്പെടൽ എങ്ങനെയാണ് മറികടക്കുക? ഇത് മറികടക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് ലവ്. നമ്മളെ സ്നേഹിക്കുക, നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക. നമുക്ക് പ്രശ്നം പറ്റിയിരിക്കുമ്പോൾ, നമുക്കൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ, നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ എന്താ പറയാ,
ഒരു ഡിപ്പെൻഡന്റ്, ഒരു മറ്റുള്ള ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. അത് വളരെ നല്ലതാണ്. നമുക്ക് വളരെ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു സുഹൃത്ത്, ഒരു ജഡ്ജ് ചെയ്യാത്ത, നമ്മളെ എന്തും തുറന്നു പറയാൻ കഴിയുന്ന ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒരാൾ മതി, ഒരുപാട് വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റപ്പെടൽ, നമുക്ക് പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. വി ക്യാൻ ഓപ്പൺ അപ്പ്. പല ആൾക്കാർക്കും അത് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് പോലും എല്ലാം തുറന്നു പറയാൻ പറ്റുന്നില്ല. കാരണം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ദേഷ്യം വരുന്ന ഒരാളായിരിക്കും ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ ആരാണെങ്കിലും, അല്ലേ? അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് എങ്ങനെ നമ്മൾ ഷെയർ ചെയ്യും? ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഒരു സുഹൃത്ത് ഉണ്ടാവുക, നല്ലൊരു സുഹൃത്ത്. അതായത് നമ്മളെ എന്തെങ്കിലും എന്താ പറയാ, വേറെ ഏതെങ്കിലും മനസ്സിൽ വെച്ച് നമ്മളെ കാണുന്ന സുഹൃത്തല്ല, പ്യുവറായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവുക. അത് വളരെ അനുഗ്രഹമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് എത്ര പേര് അങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, നമുക്കൊരു ലോൺലിനെസ് അനുഭവിക്കുന്നു, നമുക്കൊരു കൗൺസിലിങ്ങിന് പോവാം. അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. കൗൺസിലിങ്ങിന് പോവുക എന്നുള്ളത് നമുക്ക് ഒരു നെഗറ്റീവ് കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊരു പോസിറ്റീവ് കാര്യമാണ്. എല്ലാവർക്കും ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. എല്ലാവർക്കും ലൈഫിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. അതിന് പോവാം. സെൽഫ് ലവ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മളെ തന്നെ സ്നേഹിക്കാൻ. ഓക്കെ, നമ്മളെ ഒരു മനുഷ്യനും അവരെ സ്നേഹിക്കുന്നതിൽ കൂടുതൽ നമ്മളെ സ്നേഹിക്കില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹവും ലോകത്തില്ല. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ഒന്നുമില്ല. നമുക്ക് നമ്മളോടുള്ള സ്നേഹം മാത്രമാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം. പരിധിയില്ലാത്ത സ്നേഹം, കണ്ടീഷൻസ് ഇല്ലാത്ത സ്നേഹം. അതിന് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു സ്നേഹമാണ് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം. ഏകദേശം അൺകണ്ടീഷണൽ ആണ്, പൂർണ്ണമല്ല, അല്ലെ? അപ്പൊ അൺകണ്ടീഷണൽ സ്നേഹം ഈശ്വരനിൽ നിന്നാണ് പരമമായിട്ട് കിട്ടുന്നത്. പിന്നെ നമുക്കാണ്, അല്ലെ? ഈശ്വരന് നമ്മളോടുള്ള സ്നേഹം അൺകണ്ടീഷണൽ ആണ്. പിന്നെ നമ്മൾക്ക് നമ്മളോടുള്ള സ്നേഹം. ഈശ്വരനെ വിശ്വസിക്കാത്തവരെന്ത്, അവർ വിശ്വസിക്കുക ഈശ്വരനോ അതിനൊന്നൊരു കാര്യമില്ല. നമുക്ക് നമ്മളെ, ഇപ്പൊ രമണ മഹർഷി എടുത്ത് ഒരാൾ ചെന്ന് പറയാണ്, എനിക്ക് ദൈവത്തിനെ കാണണം. രമണ മഹർഷി ചോദിക്കാണ്, ദൈവത്തിനെ കാണാം നമുക്ക്, പക്ഷെ ആദ്യം നീ നിന്നെ കാണാം. ദൈവം ഉണ്ടോ ഇല്ലയോന്ന് പിന്നെ നമുക്ക് നോക്കാം, പക്ഷെ ആദ്യം നീ ഉണ്ടോ ഇല്ലയോന്ന് നീ കണ്ടുപിടിക്കും. നീ ഉണ്ടല്ലോ, അപ്പൊ ആ നിന്നിലേക്ക് നീ നോക്കുക, നിന്നെ സ്നേഹിക്കാൻ പഠിക്കുക. ഇതൊരു വചനമാണ്. അപ്പൊ അത് അവിടെ ദൈവവിശ്വാസമോ വിശ്വാസമില്ലാത്തതൊന്നുമല്ല. നമ്മൾ നമ്മളെ സ്നേഹിക്കുക, നമ്മളുടെ കുറവുകൾ, നമ്മളുടെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. നമ്മളെ സ്നേഹിക്കുന്ന എങ്ങനെയാണ്? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. നമുക്കിപ്പോ എന്താ പറയാ, എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ട്, 75 years ഉണ്ട്. അമ്മ, ആ ലേഡി, പുള്ളിക്കാരി ഇപ്പൊ പഠിക്കുന്നത് വയലിനാണ്. വയലിൻ പഠിക്കുകയാണ്. ഒരുപാട് ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇഷ്ടമുള്ളൊരു കാര്യം എന്താണ് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ചെറുതിലേ തൊട്ടേ പഠിക്കണം എന്ന് ആഗ്രഹിച്ച് പഠിക്കാതിരുന്ന ഒരു കാര്യമാണ് വയലിൻ. അപ്പൊ അത് പഠിച്ചു, ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. ഇഷ്ടമുള്ള കാര്യം എല്ലാം ചെയ്യുക. നമുക്ക് ആകെപ്പാട് ഒരു ലൈഫേ ഉള്ളൂ. പല പല ജന്മങ്ങളുണ്ടെന്നെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ. ഈ ഒരു ലൈഫ് നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുക, അല്ലേ? നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ലൈഫ് ഇപ്പോഴേ ഉള്ളൂ, ഇതേ ഉള്ളൂ, അല്ലേ? പിന്നെ ഈ ലൈഫ് ഇതേപോലെ ഒരു ലൈഫ് വരും ഇല്ല. അപ്പൊ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. ചില ആൾക്കാർക്ക് പടം വരയ്ക്കാനായിരിക്കും ഇഷ്ടം, അത് പഠിക്കാൻ പോകാനായിരിക്കും ഇഷ്ടം. ഇപ്പൊ ഒരുപാട് എന്താ പറയാ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അല്ലേ? ഇപ്പൊ പടം വരയ്ക്കാൻ ഇഷ്ടമുള്ളവരുടെ ഗ്രൂപ്പ്സ് ഉണ്ട്, പാട്ട് പാടാൻ ഇഷ്ടമുള്ളവരുടെ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പൊ ക്ലബ് ഹൗസിലും വാട്സാപ്പിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഇല്ലേ? പാട്ടൊക്കെ പാടുന്ന, ഒരു പാട്ടൊക്കെ എല്ലാ ദിവസവും വൈകിട്ട് പാട്ടൊക്കെ പാടും. ചിലപ്പോ എന്തെങ്കിലും പോട്ടറി മേക്കിംഗ് ആയിട്ടുള്ള ഇതുണ്ടാവാം. അങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്, അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നമ്മൾ ചെയ്തിരിക്കണം.
അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോ ലോൺലിനെസ് അനുഭവിക്കുന്നവരായാലും ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്നവരാണെങ്കിലും മനസ്സിലായി. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, യാത്രകൾ ചെയ്യുക. അപ്പൊ യാത്ര നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് എത്രമാത്രം പറഞ്ഞാൽ മനസ്സിലാകും എന്ന് യാത്ര ചെയ്യാത്തവർക്ക് അത് മനസ്സിലാവില്ല. യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായി മാറും. നമ്മള് എന്താ പറയാ, ഒരുപാട് ധ്യാനം ഒക്കെ ചെയ്യുന്നതിന്റെ എഫക്റ്റ് ആണ് ഒരു ജേണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് സത്യമാണ്. നിങ്ങൾ അനുഭവിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ഇന്നർ ഹാർട്ട് ഉയരും. അല്ലാതെ നമ്മൾ മിന്നാരം സിനിമയിൽ പോയതുപോലെ അല്ല. നമ്മുടെ സ്വന്തം ഇഷ്ടം അല്ല. മിന്നാരം അല്ല, ഒരു സിനിമ ഉണ്ടല്ലോ എല്ലാവരും കൂടെ ഊട്ടിയിൽ പോകുന്ന ശങ്കരാടിയൊക്കെ, അങ്ങനെയുള്ള യാത്രയല്ല. അപ്പൊ യാത്ര ചെയ്യാൻ നമുക്കൊരു ക്ഷേത്രത്തിലേക്ക് പോകാനായിരിക്കും ഇഷ്ടം, നമുക്കൊരു പള്ളിയിലേക്ക് പോകാനായിരിക്കും ഇഷ്ടം, നമുക്കൊരു എന്താ പറയാ, ചിലപ്പോൾ നമുക്കൊരു ബോട്ട് യാത്ര ചെയ്യാനായിരിക്കും. എന്താണോ നിങ്ങളുടെ ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇതാണ്. എല്ലാവർക്കും തായ്ലൻഡിലും ബാലിയിലും ഒന്നും പോകാൻ പറ്റും. നമ്മളുടെ എക്കണോമിക് കണ്ടീഷൻ, നമ്മളുടെ അവസ്ഥ, ഇതെല്ലാം വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് യാത്ര ചെയ്യാം. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാവും, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റം ഉണ്ടാവും. യാത്ര, ഇഷ്ടമുള്ള കാര്യം, സെൽഫ് കെയർ നമുക്ക് ചെയ്യാവുന്ന എന്താണ്? നമ്മൾ നമ്മളുടെ ശരീരത്തിനെ നോക്കുക. കണ്ട കടച്ചാതിയൊന്നും വാരി കഴിക്കാതിരിക്കുക, എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ്? സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഇട്ട് നടക്കുക. സ്കിൻ കെയർ മാത്രമല്ല സെൽഫ് കെയർ, അതും സെൽഫ് കെയറിൽ വരുന്നതാണ്. സ്കിന്നിനെ നമ്മൾ നന്നായിട്ട് നോക്കുക, നമ്മളുടെ നന്നായിട്ട് ഉറങ്ങുക, നല്ല ഉറക്കം ഉണ്ടാവുക. ഇതെല്ലാം നമ്മളുടെ സെൽഫ് കെയർ. ഇത് നമ്മളൊരു റുട്ടീൻ ഫോളോ ചെയ്യുക. നമ്മൾ രാവിലെ എണീക്കുക, രാവിലെ എണീറ്റിട്ട് നമ്മളൊരു റുട്ടീൻ സെറ്റ് ചെയ്യുക. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു റുട്ടീൻ ഉണ്ടായിരിക്കും. സ്കിൻ കെയർ ചെയ്യാം, സ്കിൻ കെയർ ചെയ്യേണ്ടവർക്ക് സ്കിൻ കെയർ ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്യാം, പ്രാണായാമം ചെയ്യാം, കുറച്ചൊന്ന് എക്സസൈസ് ചെയ്യാം. ഇതൊക്കെ ഒരു റുട്ടീനാണ്. ഇതെല്ലാ ദിവസവും ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മോഡേൺ സൈക്കോളജി അനുസരിച്ച് 21 ദിവസം നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് ചെയ്ത് നോക്കി, നിങ്ങളൊരു വേറെ മനുഷ്യനായി. നിങ്ങൾ ട്രാൻസ്ഫോംഡ് ആവും. നിങ്ങളുടെ ലോൺലിനെസ് ഒന്നും പിന്നെ അതിന് ലോൺലിനെസ് ആയിട്ട് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല നിങ്ങൾക്ക്. മനസ്സിലായി? ചില ആൾക്കാർ പറയും വെറുതെ ഇരുന്ന് എന്താ ചില ആൾക്കാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. കുറച്ച് ഒന്ന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒറ്റപ്പെടൽ വരും. ഓരോരുത്തർ ഡിഫറെന്റ് ആണ്. നമ്മൾ ഒരിക്കലും നമ്മളെ വെച്ചിട്ട് മറ്റൊരാളെ ജഡ്ജ് ചെയ്യാൻ നോക്കരുത്. എനിക്ക് ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എനിക്ക് യാതൊരു കുഴപ്പമില്ല, എനിക്ക് സ്ട്രെസ്സോ ലോൺലിനെസ്സോ ഒന്നുമില്ല. അത് നിനക്കാണ്, ഞാൻ വേറെയാണ്, അല്ലെങ്കിൽ അയാൾ വേറെയാണ്. ഓരോരുത്തരും അനുഭവിക്കുന്ന സ്ട്രെസ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ആയിരിക്കത്തില്ല മറ്റൊരാളെ സംബന്ധിച്ച് അതൊരു തമാശയായിരിക്കും. മറ്റൊരാളെ സംബന്ധിച്ച് ഇതൊക്കെയാണോ സ്ട്രെസ്? അയാൾ അനുഭവിക്കുന്ന സ്ട്രെസ് എനിക്കൊരു തമാശ, ഇതിനൊക്കെ ആരെങ്കിലും ടെൻഷൻ അടിക്കും. നമ്മൾ തന്നെ ചിന്തിക്കാറില്ലേ ഈ ചെറിയ കാര്യത്തിനൊക്കെ ഇയാൾ ഡിപ്രഷൻ ടെൻഷൻ അടിക്കും എന്നൊക്കെ. ഓരോരുത്തർക്ക് അവരവരുടെ ടെൻഷൻ വലുതാണ്. അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടതാണ്. നമ്മൾ മറ്റുള്ളവരോട് ആ കമ്പാഷൻ കാണിച്ചാൽ മാത്രമേ നമുക്കും അത് കിട്ടുള്ളൂ. അല്ലെ? യത് ഭാവം തദ്ഭവതി. നമ്മളുടെ ഭാവം എന്താണോ അത് നമ്മളിലേക്ക് സംഭവിക്കും. നമ്മൾ മറ്റുള്ളവരിലേക്ക് എന്ത് കൊടുക്കുന്നു അത് നമുക്ക് കിട്ടും. പോസിറ്റീവ് സെൽഫ് ടോക്ക്, നമ്മളെ കുറിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നോക്കുക. പ്രയാസമാണ്, ലോൺലിനെസ് അനുഭവിക്കുന്ന സമയത്ത് അത് പ്രയാസമാണ്, ബട്ട് സ്റ്റിൽ ട്രൈ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് പ്രയാസമല്ല. കാരണം എന്താണ്? നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സ്വയം മാറണം, സ്വയം എന്താ പറയുക ട്രാൻസ്ഫോം ആകണം എന്നുള്ളൊരു ചിന്തയുണ്ടെന്നാണ് അർത്ഥം. അല്ലേ? അങ്ങനെ അല്ലാത്തൊരു ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിരിക്കും ഇല്ല. അപ്പോൾ അതിന്റെ അർത്ഥം നിങ്ങളെ കൊണ്ടത് പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും. സെൽഫ് പോസിറ്റീവായിട്ട് എന്നെ കുറിച്ച് ഒപ്പുണ്ടൊപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോസസ്സാണ്. അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാർ ഇത് റിലേഷൻഷിപ്പിനേക്ക് മാത്രമാണ് ചെയ്യുന്നത്. ഇതിനുള്ളതല്ല. ഇത് നമ്മളെ തന്നെ പരിവർത്തനപ്പെടുത്താനുള്ളതാണ്.
ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ മൈൻഡിനും എൻ്റെ ശരീരത്തിനും ഇപ്പൊ എൻ്റെ എന്താ പറയാ, അറിയാവുന്ന എല്ലായിടത്തും ഞാൻ പറയുന്നതാണ്, മൈൻഡിനും ബോഡിയോടും ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നുള്ളത്. ഈ വീഡിയോ, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ഹോപ്പണപ്പൊണ പ്രോസസ്, സ്വയം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളുടെ ഓരോ ശരീര അവയവങ്ങളെയും സ്നേഹിക്കുക. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒന്ന് നന്ദി പറയുക. ഓരോ അവയവങ്ങളെ ഒന്ന് മനസ്സിൽ കാണുക. കണ്ണിനോട് നന്ദി, ചെവിയോട് നന്ദി. ഓരോ നന്ദി പറയേണ്ടതല്ലേ? ഇതൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം. ഗ്രാറ്റിറ്റ്യൂഡ്, സെൽസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സെല്ലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇറ്റ് വിൽ റെസ്പോണ്ട്. ഇങ്ങനെ ഒരു റൊട്ടീൻ ഉണ്ടാക്കുക. എക്സസൈസ്, മെഡിറ്റേഷൻ, പ്രാണായാമ, ഗ്രാറ്റിറ്റ്യൂഡ്, സമയത്ത് ഉറങ്ങുക, കുറച്ചു നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ഉൾപ്പെടുത്തുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഒരു എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ചെയ്യണം. ഒരാൾക്ക് ചിലപ്പോൾ കഥ എഴുതാനായിരിക്കും ഇഷ്ടം, ഒരാൾക്ക് ചിലപ്പോൾ വായിക്കാനായിരിക്കും ഇഷ്ടം. എന്തൊക്കെ ഭൂമി ഇടിഞ്ഞു വീണാലും 10 മിനിറ്റെങ്കിലും അത് ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ മതി. ഇത് നിങ്ങൾ ചെയ്യണം. സ്പിരിച്വലി പോവുകയാണെങ്കിൽ ഉപാസന ഭയങ്കര നല്ല ഒരു കാംനെസ് തരുന്നതാണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ ഡിവൈൻ ഫോമുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ആ ഡിവൈൻ്റെ, ഇപ്പോൾ കൃഷ്ണനുമായിട്ട് കണക്റ്റഡ് ആണ്. ആ കൃഷ്ണന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരാണോ ദൈവം, ഇപ്പൊ യേശു ക്രിസ്തു, കൃഷ്ണൻ, ആരാണോ അല്ലാഹു, ആരാണോ ആ ദൈവിക ഫോമുമായിട്ടുള്ള കണക്ഷൻ കൂടുതൽ എസ്റ്റാബ്ലിഷ്, കൂടുതൽ പ്രെയർ ചെയ്യുക, കൂടുതലും എന്താ പറയാ, ആ ഗ്രന്ഥങ്ങൾ വായിക്കുക, കൂടുതലും ആ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഭക്തി, സത്സംഗം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് മാറ്റം ഉണ്ടാവും. മാനിഫെസ്റ്റേഷൻ, എല്ലാ ദിവസവും നമുക്ക് ഇഷ്ടമുള്ള കാര്യം മാനിഫെസ്റ്റ് ചെയ്യുക. നമ്മുടെ ചുറ്റിനും ഒരുപാട് ആൾക്കാർ നമ്മളെ പൊതിയുന്നതായിട്ടും നമ്മൾ വളരെ ചിരിക്കുന്നതായിട്ടും നമ്മളെ ഇഷ്ടം പോലെ യാത്രകൾ ചെയ്യുന്നതായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷം ഇങ്ങനെ അലയടിച്ച് വരുന്നതായിട്ടും എല്ലാം വിഷ്വലൈസ് ചെയ്യാം. ഒരാഗ്രഹം മാത്രമൊന്നുമല്ല നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. ഗാർഡനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെടി വെച്ച് പിടിപ്പിക്കുക, ആ ചെടിയെ നോക്കുക, അല്ലെങ്കിൽ പെറ്റ്, ഇപ്പൊ പട്ടിയോ പൂച്ചയോ ഒക്കെ നിങ്ങൾക്ക് വളർത്താവുന്നതാണ്. ഇതെല്ലാം നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം ചെയ്യാൻ നോക്കുക. അല്ലാതെ ഞാനിപ്പോ പറയണോ പൂച്ചയെ വളർത്താൻ പറയുമ്പോൾ നിങ്ങൾക്ക് പൂച്ച ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പോയി വളർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ പറയുന്നതോ മറ്റൊരാൾ പറയുന്നതൊന്നുമല്ല. നമ്മൾ ഇത് ചെയ്തു നോക്കിയേ നിങ്ങളുടെ ലൈഫ് തന്നെ മറിയും. തുടർച്ചയായിട്ട് ചെയ്യണം. അല്ലാതെ ഇന്ന് ചെയ്ത് നാളെ പറ്റത്തില്ല, നാളെ എന്താ പറയാ പല 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 കാര്യങ്ങളുമായിട്ട് അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. സ്ഥിരമായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നത്? ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പോകുന്നില്ല. നമ്മളെ തന്നെയാണ് സ്നേഹിക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ ലവറോ ഹസ്ബൻഡോ വൈഫോ ആരോ അല്ല. നമ്മൾ സ്നേഹിക്കുന്നതിന്റെ അത്രയും ലോകത്ത് ഒരു വ്യക്തിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ആ പവർ നമ്മളുടെ അടുത്താണുള്ളത്. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആർക്കാണ്? നമുക്കാണ്, അല്ലേ? അപ്പൊ ഇന്ന് തൊട്ട് ഈ വീഡിയോ കേൾക്കുന്നവര് ഇന്ന് തൊട്ട് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഒരാൾക്കെങ്കിലും ഇതൊരു മനസ്സിൽ ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ കൊണ്ട് ഞാൻ വ്യൂസോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഇതെന്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന വീഡിയോ ആണ്. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു സത്യമാണ്, ഈ ഒരു ലോൺലിനെസ്, ഒറ്റപ്പെടലാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ രോഗം. ഇത് മാറ്റാനുള്ള ശക്തി നമ്മളെടുത്തുണ്ട്. അത് മാറ്റാൻ ഉള്ള ശക്തി നമ്മളെടുത്തുണ്ട്. നിങ്ങൾ കേൾക്കുന്ന ഓരോ വ്യക്തിയെടുത്തുമുണ്ട്. അത് നമ്മൾ എടുക്കുക, ആ ശക്തിയെ ഉണർത്തുക. ആ ശക്തിയെ ഉണർത്താൻ സഹായം തേടാം, മറ്റുള്ളവരുടെ സഹായം തേടാം. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ തന്നെയാണ് എല്ലാം നടത്തേണ്ടത്, അല്ലെ? നമ്മൾ തന്നെയാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വഴികാട്ടിയാണ്. വഴികാട്ടി എടുത്ത് ഇങ്ങനെ കിടന്നുറങ്ങിയ കാര്യമുണ്ടോ?
വഴികാട്ടിയെ പൂജിച്ചുകൊണ്ട് കിടന്നുറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. വഴികാട്ടി പറയുന്ന വഴി നടക്കുക എന്നുള്ളതാണ്. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഓരോ വ്യക്തിയും ഗുരുവാണ്. ഓരോ പ്രപഞ്ചത്തിന്റെ ഒരു ഉറുമ്പ് പോലും ഗുരുവാണ്, അല്ലെ? ദത്താത്രേയ 24 ഗുരുക്കന്മാരാണ് ദത്താത്രേയക്ക്. അപ്പോ ഓരോ വ്യക്തി, ഒരു ഉറുമ്പ്, കാറ്റ്, എല്ലാം ഗുരുക്കന്മാരാണ്. നമ്മളെല്ലാവരെയും അങ്ങനെയാണ് കാണേണ്ടത്. അല്ലാതെ ഞാൻ വലിയ ഗുരുവാണ്, ബാക്കി എല്ലാവരും ശിഷ്യന്മാർ, അങ്ങനെയല്ല. അല്ലെങ്കിൽ ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ്, ബാക്കി എല്ലാവരും. ഓരോ വ്യക്തിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു വ്യക്തിയെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക. അയാൾ താഴ്ന്ന നോളജ് ഉള്ളതാണ്, ഇയാൾ വലിയ നോളജ് ഉള്ളതാണ്, അങ്ങനെ ഡിസ്ക്രിമിനേറ്റ്. എവിടെ നിന്നാണ് നമുക്ക് അറിവ് കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു കുഞ്ഞിനെ പോലും ഒരിക്കലും ആ കുഞ്ഞ് പറയുന്നത് ഒരു അറിവ് പറഞ്ഞതാണ് എന്നൊന്നും കരുതരുത്. ചിലപ്പോൾ ഒരു കുട്ടിയിൽ നിന്നായിരിക്കും ആ ഒരു അറിവ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോ എല്ലാം നമ്മൾ ആ ഒരു എന്റെ ഒരു അനുഭവം തന്നെ പറയുകയാണെങ്കിൽ, എനിക്ക് ഒരുപാട്, ഞാൻ കുഞ്ഞുങ്ങളെടുത്തുനിന്ന് ഒരുപാട് പഠിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് കുഞ്ഞുങ്ങൾ ഇൻ ദ സെൻസ് ഒരു 5-10 വയസ്സുള്ള കുട്ടികള്, അതേപോലെ തന്നെ അപ്പൂപ്പന്മാര്, അമ്മൂമ്മമാര്, ഇവരുടെ അടുത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരുപായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റും, പുതിയ പെർസെപ്ഷൻസ് അറിയാൻ പറ്റും. എല്ലാവരെയും നമ്മൾ അംഗീകരിക്കുക, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുക, അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, എന്നാൽ അവരും അക്സെപ്റ്റ് ചെയ്യും പതിയെ. അപ്പോൾ എല്ലാവരും സ്വയം സ്നേഹിക്കാൻ പഠിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക, യാത്രകൾ ചെയ്യുക, റുട്ടീൻ ഉണ്ടാക്കുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും, അതിന് യാതൊരു സംശയമില്ല. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു.